ഒരു സീസണിൽ ഉപയോഗിക്കാവുന്ന പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പാനീയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ശരീരത്തിനെ നന്നായി തണുപ്പിക്കും, പിന്നെ ഒന്ന് നമ്മളുടെ ആരോഗ്യത്തിനെ നന്നായി ബൂസ്റ്റപ്പ് ചെയ്യും, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നായി ബൂസ്റ്റപ്പ് ചെയ്യും. അതിൽ ആദ്യത്തത് ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. രണ്ടാമത്തത് തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോരാണ്. തൈരല്ല ഒരിക്കലും, അതിൻ്റെ കൂടെ അല്പം കുരുമുളക് പൊടി പൊടിച്ച് ചേർത്തിട്ട് ഇത് ധാരാളമായി കഴിക്കാം, രാത്രിയിലും കഴിക്കാം. ഓക്കെ, മോരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡൈജഷന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, നമ്മളെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും അതുപോലെ പൊതുവായ ആരോഗ്യത്തിനും നമ്മളുടെ ഡെഫിക്കേഷനും ഇതിനെല്ലാം മോര് നല്ലതാണ്. അതുകൊണ്ട് ധാരാളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് റോസ് വാട്ടർ എന്നറിയപ്പെടുന്ന നാടൻ റോസാപ്പൂവിൻ്റെ ഇതളുകൾ നമ്മൾ വെള്ളത്തിലിട്ട് സൂക്ഷിക്കുക. ഒരു 2 മണിക്കൂർ നേരം അടച്ചു വെച്ച് സൂക്ഷിക്കുക. കൂജയിൽ നമ്മൾ സൂക്ഷിച്ച വെള്ളം ആണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ റോസാപ്പൂവിതളുകൾ നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ ഈ റോസാപ്പൂവിതളുകൾ മാറ്റിയിട്ട് ഈ വെള്ളം ധാരാളമായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള സമയത്ത് കുടിക്കുക. ഒരു കാരണവശാലും മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പെസ്റ്റിസൈഡ്സ് ഇട്ട് വരുന്ന റോസാപ്പൂക്കൾ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. പിന്നെ ഒന്ന് ആയുർവേദം പറഞ്ഞിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാനീയമാണ്. അത് നന്നായി നമുക്ക് ഈ സമയത്ത് വാട്ടർ ലോസ് ഉണ്ടാവുന്നത് കൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറുള ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. പിന്നെ ഒന്ന് ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടി മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ സംസ്കൃതം പേര് മഞ്ചിഷ്ട എന്നാണ്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം പലവട്ടമായിട്ട് കുടിക്കാം. പിന്നെ ഒന്ന് നറുനീണ്ടി സർബത്തൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം അവൈലബിൾ ആണ്, അല്ലേ? അപ്പോൾ ഇത് 3ഉം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട മരുന്ന് ഞാൻ പറയാൻ വിട്ടുപോയി, രാമച്ചമാണത്. രാമച്ചം ധാരാളം ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്.